ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അമീഷ് എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് അമീഷ്, യഥാർത്ഥ പേരല്ല. എനിക്കിപ്പോൾ വയസ്സ് 26. പക്ഷേ ഒരു വർഷത്തിന് മുമ്പ് എനിക്ക് വിവാഹം കഴിക്കേണ്ടി വന്നു. പലരും പറയാറുള്ളത് പോലെ ജാതകമായിരുന്നു അവിടെയും പ്രശ്നം. ഇപ്പോൾ കല്യാണം നടന്നില്ലെങ്കിൽ എനിക്ക് 35 വയസ്സ് കഴിഞ്ഞ് മാത്രമേ കല്യാണം നടക്കൂ പോലും. അങ്ങനെയാണ് ജോലിയൊക്കെ ആകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് വിവാഹം കഴിക്കേണ്ടി വന്നത്. പക്ഷേ പെൺകുട്ടിയെ കാണാൻ അതീവ സുന്ദരിയായിരുന്നു. അതുകൊണ്ട് വിവാഹത്തിന് ഞാൻ സമ്മതിച്ചു. PG കഴിഞ്ഞ് ഞാൻ ജോലിക്കൊന്നും പോയില്ല. അതിന് കാരണം വീട്ടിലെ സാമ്പത്തിക സ്ഥിതി വളരെ നല്ലതാണ്. എങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് ഗൾഫിൽ മറ്റോ പോകാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. റിലാക്സായി ഉണ്ടും ഉറങ്ങിയും കഴിയുകയായിരുന്നു ഞാൻ. പക്ഷേ അതിനിടയ്ക്ക് എല്ലാം മാറി മറിഞ്ഞു. ഭാര്യ വരുമ്പോഴേക്കും ഒരു ജോലി, അതൊക്കെ വേണമെന്ന് എനിക്ക് വളരെ നിർബന്ധം തോന്നി കല്യാണ സമയത്ത്. പക്ഷേ പെണ്ണിൻ്റെ അമ്മ വന്നെന്നോട് പറഞ്ഞു, തൽക്കാലം വീട്ടുകാരൊക്കെ പറഞ്ഞതല്ലേ മോനെ, എന്തായാലും കല്യാണം നടക്കട്ടെ, അവിടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. കല്യാണം കഴിഞ്ഞ് 1 വർഷത്തേക്ക് മോൻ ജോലിക്കൊന്നും പോകണ്ട, കാര്യം നിങ്ങളുടെ ജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്ക്, അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോകാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അമ്മ, എന്നാലും ഒരു തൊഴിലില്ലാതെ അത് സാരമില്ല, മോൻ്റെ അച്ഛൻ വേണമെങ്കിൽ ഗൾഫിൽ കൊണ്ടുപോകും, പിന്നെ എപ്പോൾ വേണമെങ്കിലും ജോലി വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾക്ക് സ്വസ്ഥമായിട്ടിരിക്കുക. പിന്നെ ക്യാഷിൻ്റെ കാര്യം ഇപ്പോൾ നിൻ്റെ ഫാദറിനോടോ മദറിനോടോ ചോദിക്കണം എന്നോർത്ത് നീ വിഷമിക്കേണ്ട കാര്യമില്ല. അമ്മയ്ക്ക് തന്നെ അമ്മയുടേതായ നല്ല സമ്പാദ്യമുണ്ട്, അത് മോൻ ഞാൻ തന്നേക്കാം. ബാക്കി കിട്ടുന്നതോ വാങ്ങുന്നതോ കൊടുക്കുന്നതോ ഒന്നും ആരും പറഞ്ഞിട്ടുമില്ല. ഒന്നുമില്ലെങ്കിൽ പോലും നിനക്ക് അടിച്ചു പൊളിക്കാനുള്ളത് 1 വർഷത്തേക്ക് അത് അമ്മ തരും, എൻ്റെ മോൾക്ക് വേണ്ടി കൂടിയല്ലേ എന്ന് പറഞ്ഞു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞെങ്കിൽ അമ്മ പറഞ്ഞു, ഒരു പ്രശ്നവും ഇല്ലടാ, നിങ്ങൾ എൻജോയ് ചെയ്യുക, വിവാഹം കഴിക്കുന്നത് വളരെ സ്ട്രെസ്സായിട്ടുള്ളൊരു കാര്യമാണ്, അതിൻ്റെ കൂട്ടത്തിൽ ഇതൊക്കെ ചിന്തിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് എൻ്റെ കല്യാണം നടന്നത്. എൻ്റെ അമ്മായച്ചനും ഗൾഫിൽ തന്നെയാണ് ബിസിനസ്. അദ്ദേഹം മിക്കവാറും വീട്ടിൽ കാണുകയില്ല, വന്നും പോയിരിക്കും. പണ്ട് തൊട്ടേ അമ്മായിമ്മയും പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് ഒരു ഇളയ സഹോദരനുണ്ട്. അവർ 3 പേരും കൂടെയാണ് ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ കല്യാണം കഴിയുന്നതിന് ജസ്റ്റ് 6 മാസത്തിന് മുമ്പ് ഭാര്യയുടെ സഹോദരൻ നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂർ പോയി. അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ അമ്മ തനിയാകുമല്ലോ, അച്ഛനങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ തനിയുള്ള സമയത്ത് ഞങ്ങളവിടെ പോയി കൂട്ടു നിൽക്കണമെന്ന് ഒരു കരാറുണ്ടായിരുന്നു. അതൊന്നും വലിയ പ്രശ്നമല്ല, കാര്യം ഞങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് ഏകദേശം 3-4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഭാര്യയുടെ വീട്ടിലേക്ക്, എളുപ്പമാണ്. അങ്ങനെയാണ് ഞങ്ങൾ പിന്നീട് സ്ഥിരമായിട്ട് അമ്മയ്ക്ക് കൂട്ടുകിടക്കാൻ പോകുന്നത്. പകലെല്ലാം ഞങ്ങൾ വീട്ടിലായിരിക്കും. ശരിക്കും രാത്രി 9 മണിയാകുമ്പോഴാണ് അമ്മായിയുടെ അടുത്ത് ചെല്ലുന്നത്. രാവിലെ ഞങ്ങൾ ഒരു 8 മണിയാകുമ്പോഴേക്ക് തിരിച്ച് എൻ്റെ വീട്ടിൽ വരികയും ചെയ്യും. കല്യാണം കഴിഞ്ഞ് എനിക്ക് ഇഷ്ടം പോലെ കാശ് അമ്മായിമ്മ തരും. മറ്റുള്ളവർ തരുന്ന പോലെയല്ല, വീട്ടുകാരൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് അമ്മായിമ്മയാണ് മെയിനായിട്ട് പണം തരുന്നത്. അതും പുള്ളിക്കാരി കണക്ക് നോക്കില്ല. പക്ഷേ കണക്കറ്റ് പണം എൻ്റെ കയ്യിലുണ്ടെങ്കിലും സാങ്കേതികമായൊരു പ്രശ്നമുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് അമ്മയോട് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. അമ്മയുടെ അടുത്ത് നിന്ന് എവിടെയെങ്കിലും പോകാൻ അങ്ങ് മടിയാണ്. ബന്ധുക്കളുടെ വീട്ടിൽ വിരുന്നിനല്ലാതെ ദൂരെ എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് വയ്യ. അവിടെ പോയാൽ ശരിയാകില്ല, മധുവിധും ഹണിമൂണും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട, എനിക്ക് ശരിയാവില്ല, എനിക്ക് അമ്മയോടെ ജീവിച്ചാൽ മതി എന്ന് പറയും. വീട്ടുകാർക്കും ആദ്യമൊക്കെ അവളുടെ കാര്യത്തിൽ ഓക്കെ ആയിരുന്നു. എങ്കിലും 1-2 മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മ പറയാൻ തുടങ്ങി, അവൾ ഇവിടെ അടങ്ങി നിൽക്കില്ല, പിന്നെ എങ്ങും പോകുന്നുമില്ല. ഈ പെണ്ണിൻ്റെ എന്തൊരു പ്രത്യേക സ്വഭാവമാണല്ലോ, അമ്മയോട് ഓവർ അറ്റാച്ച്മെൻറ്റ്. ഇപ്പോഴേ ഇതൊക്കെ അവളുടെ അമ്മയോട് പറഞ്ഞ് വിലക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇപ്പോഴെങ്ങനെയാണ് അവരോട് സംസാരിക്കുക, അതുകൊണ്ട് അമ്മയൊന്ന് ക്ഷമിക്കാൻ പറഞ്ഞു. അവിടെ ചെന്നാലും അമ്മയും മോളും കൂടെ എപ്പോഴും ഒന്നിച്ചിരിക്കും. എന്നിട്ട് ദൂരെ എവിടെയെങ്കിലും ടൂർ പോകുന്ന കാര്യം അമ്മായിമ്മ പറയുമ്പോഴേക്കും, വേണ്ടാമേ, ചേട്ടൻ ഞാനും കൂടെ ഇവിടെ നിന്നോളാം, എനിക്ക് ദൂരെയൊക്കെ പോകാൻ മടിയാണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ. അപ്പം അമ്മ പറയും, എടി സാരമില്ല, ഞാൻ ഇവിടെ തന്നെ കഴിയാം, എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ നിൻ്റെ അച്ഛൻ പറഞ്ഞിട്ടല്ലേ നിങ്ങളിവിടെ വന്ന് നിൽക്കുന്നത്, അങ്ങേർക്ക് പേടി കാണുമായിരിക്കാം. ഒരു കാര്യം ചെയ്യാം, ഇനി ഒരു ജോലിക്കാരെ നിർത്താം. പക്ഷേ നിൻ്റെ അച്ഛന് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരാളെ നിർത്തായിരുന്നെന്ന് എനിക്കറിയാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭാര്യ, വേണ്ട, ഞങ്ങളങ്ങും പോകുന്നില്ല, ചേട്ടന് എൻ്റെ കൂടെ കഴിയുന്നതാണ് ഇഷ്ടം എന്നൊക്കെ പറയുകയാണ്. ഇവൾ വളരെ ബാലിശ്യമായൊരു സ്ത്രീയാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ മറ്റു കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, പറഞ്ഞു കൊടുത്താൽ അതുപോലെ മതി, ചേട്ടൻ്റെ ഇഷ്ടമനുസരിച്ച് നിൽക്കാം എന്ന് പറയും. അത്യാവശ്യം എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും നല്ല സഹകരണമാണ്.
അപ്പോൾ അവളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, ചേർത്ത് നിർത്താനേ പറ്റുകയുള്ളൂ. പിന്നെ അസാമാന്യമായ സുന്ദരിയുമാണ്. പുതുമോടിയിൽ ഏതൊരാൾക്കും നല്ല അട്രാക്ഷൻ തോന്നുമല്ലോ, അതുകൊണ്ട് ഒന്നും പറയാനും പറ്റില്ല. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു ദിവസം എൻ്റെ അമ്മ പിന്നെയും വഴക്കുണ്ടാക്കിയത് എന്നോടാണേ. അപ്പോൾ അമ്മായിമ്മയോട് ഈ കാര്യത്തെക്കുറിച്ച് ഒന്ന് പറയണം തോന്നി. ഞാനിപ്പം അമ്മയോട് ഡിസ്കസ് ചെയ്തപ്പോൾ അമ്മ പറഞ്ഞു, മോനെ നിൻ്റെ അമ്മ പറഞ്ഞതൊക്കെ ശരിയാണ്, അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഇവളുടെ അച്ഛനാണ് ഇത്ര ലാളന കൊടുത്ത് വഷളാക്കിയത്. ആവശ്യമില്ലാത്ത സെൻറ്റിമെൻറ്റ്സും ഓവർ അറ്റാച്ച്മെൻറ്റും ഒക്കെയാണ്. ഇത് പാടില്ലെന്ന് കല്യാണത്തിന് മുമ്പേ ഞാൻ പറഞ്ഞതാണ്, എൻ്റെ ഭർത്താവിനോട് പറഞ്ഞതാണ്. പക്ഷെ കുഴപ്പമില്ല, ഭർത്താവിനെ കിട്ടിക്കഴിയുമ്പോൾ അവൾ നന്നായിക്കോളുമെന്ന് നിൻ്റെ അമ്മായിച്ച പറഞ്ഞടാ. ഞാനത് വിശ്വസിച്ചു. പക്ഷേ അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു കാര്യം ചെയ്യാം മോനെ, ഞാനും ആദ്യ സമയത്ത് നിങ്ങളുടെ കൂടെ ടൂർ വരാം. അപ്പോൾ പിന്നെ അവൾ പിന്നീട് അതൊക്കെ ഇഷ്ടപ്പെട്ട് കഴിയുമ്പോഴേക്കും അങ്ങ് ഓക്കെ ആകും. ഇത്ര നാളായിട്ട് വീട് വിട്ടെങ്ങും പോയിട്ടില്ല. അച്ഛൻ്റെ കൂടെ പോയിട്ടുണ്ട്, അതല്ലാതെ വേറെങ്ങും പോകില്ല. അങ്ങനൊരു ടൈപ്പാണ്, നമുക്ക് മാറ്റിയെടുക്കാം. നിൻ്റെ അമ്മ പറഞ്ഞത് കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞ് എന്നെ അനുകൂലിച്ചു. എനിക്കത് വലിയൊരു ആശ്വാസമായിരുന്നു. കാര്യം എന്നോട് സ്നേഹം, എൻ്റെ കാര്യങ്ങളിൽ എല്ലാം അനുകൂലമായ തീരുമാനം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് മാഡം അവരോട് സ്നേഹം കൂടാതിരിക്കുക? ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സിനെ പോലെയായി. പിന്നെ ഭാര്യയുടെ ഇടയ്ക്കുള്ള ചില വാശികളൊക്കെ ഞാനും അംഗീകരിച്ചു കൊടുത്തു. പിന്നീടാണ് ഞങ്ങൾ ഒന്നിച്ച് എങ്കിൽ ഡൽഹി ഒന്ന് ചുറ്റിക്കാണാം എന്ന് വെച്ച് പോയത്. പെണ്ണിനെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മയെ ഫ്രീ കിട്ടിയെന്ന് പറഞ്ഞ് എൻ്റെ അമ്മ എന്നെ കളിയാക്കുകയും ചെയ്തു. എൻ്റെ അമ്മയ്ക്ക് എൻ്റെ ഭാര്യയുടെ സ്വഭാവം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവരാണ് നിർബന്ധിച്ച് എന്നെ കല്യാണം കഴിപ്പിച്ചതും. എന്തൊരു വിരോധാഭാസമാണല്ലേ മാഡം. എന്തായാലും ഞങ്ങൾ ഡൽഹി ചെന്നു. അമ്മയ്ക്ക് പ്രത്യേകമായ മുറി ഞങ്ങളുടെ മുറിയുടെ അടുത്ത് തന്നെ. അങ്ങനെയായിരുന്നു എല്ലാം അറേഞ്ച് ചെയ്തത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യയുടെ അശ്രദ്ധ കൊണ്ടൊരു അബദ്ധം പറ്റി. എനിക്ക് അടിയിലിടുന്ന ഒരു സാധനം പോലുമില്ല. എല്ലാം എടുത്ത് പാക്ക് ചെയ്ത് വെച്ചതാണ്. അവളത് എടുത്തു വെക്കാൻ മറന്നെന്ന് തോന്നുന്നു. അതിന് പേരിൽ ഞങ്ങൾ ഒരു മുട്ടൻ വഴക്കുണ്ടാക്കി. അതാണ് ഞങ്ങളുടെ ആദ്യത്തെ വഴക്ക്. എന്നോട് വഴക്കിട്ട് അവൾ അതിരാവിലെ അമ്മയുടെ മുറിലേക്ക് പോയി. ഒരുങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകാൻ ഇറങ്ങുമ്പോഴാണ് ഇത് സംഭവിച്ചത്. 9 മണിയായപ്പോഴേക്കും ടൂർ ഓപ്പറേറ്റേഴ്സ് വരുന്നതാണ്. ആ സമയത്തുള്ളിൽ റെഡിയാകണം. അപ്പോൾ അവൾ പെട്ടെന്ന് അമ്മയുടെ മുറിയിലേക്ക് പോയി. ഞാൻ ഓർത്ത് പിണങ്ങിപ്പോയിരിക്കുമെന്ന്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും അമ്മായിമ്മയും എൻ്റെ റൂമിലേക്ക് വന്നു. സോറി മോനെ, വളർത്തുദോഷത്തിൻ്റെ ഒത്തിരി പ്രശ്നങ്ങൾ അവൾക്കുണ്ടെന്ന് നിനക്കറിയാമല്ലോ. ഞാൻ പറഞ്ഞു അമ്മ എപ്പോഴും എക്സ്ക്യൂസ് പറയുകയാണ്, ഇവൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും വിട്ടുപോവുകയാണെന്ന്. അപ്പോഴേക്കും ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് നോക്കരുതായിരുന്നു, നിങ്ങൾ ഡബിൾ ചെക്ക് ചെയ്യണ്ടേ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഉണ്ടോ എന്ന്. എല്ലാം നോക്കാനൊന്നും എനിക്കറിയില്ല, എനിക്കതിനുള്ള എക്സ്പീരിയൻസ് ഇല്ല. മുൻപേ ഞാൻ കല്യാണം കഴിച്ച് പരിചയമില്ലെന്ന് പറഞ്ഞു. രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോഴേക്കും ഉടനെ അമ്മായിമ്മ ചാടി വീണു. അതിനെന്താടാ, നമുക്ക് പുറത്ത് പോകുമ്പോൾ ഉടനെ വാങ്ങിക്കാമെന്നും. ഞാൻ പറഞ്ഞു, അമ്മേ അപ്പോൾ ഇതിടാതെ എങ്ങനെയാണ് പുറത്ത് പോവുക? അത് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, ശരി നിങ്ങൾ രണ്ടും കൂടെ വഴക്കുണ്ടാക്കണ്ട, ഇതിന് വേണ്ട പരിഹാരം ഞാൻ ഒപ്പിക്കാം എന്ന് പറഞ്ഞു. അമ്മ ഇപ്പോൾ പോയി മേടിക്കുമൊന്നും വേണ്ട, നമുക്ക് പിന്നെ മേടിക്കാമെന്ന്. അത് വേണ്ട, നിനക്ക് അത്ര വലിയ നിർബന്ധമാണെങ്കിൽ നോക്കട്ടെ എത്ര അതിൻ്റെ സൈസ് എന്ന് ചോദിച്ചു. ഞാനിപ്പം ഒന്ന് പതുങ്ങി. എൻ്റെ ഭാര്യ ചോദിച്ചു, എടീ അവൻ്റെ സൈസ് എത്ര ആണെന്നും. എനിക്കറിയില്ല. ഇതൊന്നും അറിയാതെയാണോടി നീക്ക് ഹണിമൂൺ വന്നത്? ഇത്ര നാളും നീ എന്തോ എടുക്കുമായിരുന്നു? ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ നീ ഇല്ലേ കൈകാര്യം ചെയ്തത്? നിനക്കറിയില്ലേ ഭർത്താവിൻ്റെ സൈസ് എത്ര ആണെന്നും? അതുമാത്രമല്ല, ഹണിമൂണിന് വന്നിട്ട് ഈ കാര്യത്തിന് പേരിൽ വഴക്കുണ്ടാക്കുന്ന ഏക ദമ്പതികൾ നിങ്ങളായിരിക്കും. എടീ ഹണിമൂൺ വരുമ്പോൾ ഇതിൻ്റെ വില ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഇത്രയും നേരം ഗൗരവമായിട്ടാണ് എല്ലാവരും നിന്നത്. അമ്മയുടെ ആ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഒന്നിച്ച് പൊട്ടിച്ചിരിച്ചു പോയി. ആ സമയത്ത് ആ സിറ്റുവേഷൻ അങ്ങ് ലഘൂകരിച്ചു. അമ്മ പറഞ്ഞത് കേട്ട് എനിക്ക് നല്ല ചമ്മൽ വന്നു. അപ്പോൾ അമ്മ ചോദിച്ചു, എടാ നീ പറ, ഞാൻ വാങ്ങിക്കൊണ്ട് വരാം. വേണ്ടാമേ, ഇതില്ലെങ്കിലും കുഴപ്പമില്ല, പാൻ്റെ കേട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മായിമ്മ പറയാണ്, അത് വേണ്ട, ചിലപ്പോൾ എന്തെങ്കിലും ഉടക്കി ഹണിമൂൺ തടസ്സമാക്കും എന്ന് പറഞ്ഞിട്ട് അമ്മായിമ്മ പറഞ്ഞു, എടാ മീഡിയം അല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ സൈസ് പറഞ്ഞു കൊടുത്തു. ശരി, നീ ഇവിടെ നിൽക്ക്, അതിനുള്ള അറേഞ്ച്മെൻറ്റ് ഞാനുണ്ടാക്കാം. നിനക്ക് ഹിന്ദി പറയാൻ അറിയില്ലല്ലോ. ഡൽഹിയിലല്ലെങ്കിലും ബോംബെയിൽ കുറേ കാലം ജീവിച്ചോളാം ഞാൻ, എനിക്ക് നല്ലപോലെ ഹിന്ദി അറിയാം എന്ന് പറഞ്ഞ് അമ്മായിമ്മ പുറത്തേക്ക് പോയി. എടി നിൻ്റെ അമ്മയ്ക്ക് ഹിന്ദിയൊക്കെ അറിയാമായിരുന്നു? പിന്നെ അമ്മ വലിയൊരു പുള്ളിയാണ്, നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. എന്നിട്ട് നീ എന്തെങ്ങനെ ആയിപ്പോയത്? അപ്പോൾ എൻ്റെ ഭാര്യ പറയണം, എനിക്കൊരു കാജ് നിങ്ങൾ എൻ്റെ അമ്മ എങ്ങനെ കിട്ടും, എന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരിയാ, നിൻ്റെ അമ്മയെ കിട്ടിയായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ഗതികേട് വരില്ലായിരുന്നെന്ന്. അപ്പോഴേക്കും ഭാര്യ എൻ്റെ പുറത്ത് ഇടിച്ചു. നിങ്ങൾക്ക് ചിലപ്പം താല്പര്യം കാണുമായിരിക്കും, പറയാൻ പറ്റത്തില്ല, ആണല്ലേ വർഗം. എൻ്റെ അമ്മ ഒരു സുന്ദരിയാണ്, അവർക്കാണെങ്കിൽ ഒരു നര പോലും വീണിട്ടില്ല. ഇപ്പോഴും അവരെ കണ്ടു കഴിഞ്ഞാൽ ചെറുപ്പക്കാർ നോക്കാറുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ വല്ല ദുരുദ്ദേശമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്താടി തമാശ പറഞ്ഞപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നതെന്നും. അല്ല, പറയാൻ പറ്റത്തില്ല, ആണല്ലേ വർഗം.
പിന്നെ അമ്മ ചോദിച്ചത് കേട്ടില്ലേ, ഹണിമൂണിന് വന്നിട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നും. അമ്മയ്ക്ക് അങ്ങനെ പറയാം. ഹണിമൂണാന്ന് പറഞ്ഞ് ഹോട്ടൽ മുറി തന്നെ ഇരിക്കല്ലോ, പുറത്തിറങ്ങി പോകേണ്ടതല്ലേ. പുറത്തിറങ്ങി പോകുമ്പോൾ ഇത് അത്യാവശ്യമാണെന്ന്. അപ്പോൾ ഭാര്യ പറഞ്ഞു, പിന്നെ അതില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കാനാ, ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അവൾ എന്നെ കിള്ളുകയും നുള്ളുകയും ചെയ്തു. ഞാൻ തറയിൽ നിന്ന് ഉയർന്നു ചാടി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ വന്നു. ഒരു ഡസനോളം ഉണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ദേ അടിപൊളിയായിട്ട് ബ്രാൻഡഡ്, അപ്പുറത്ത് മാർക്കറ്റൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചപ്പോഴേക്കും കിട്ടുകയും ചെയ്തു. ഒരു പ്രശ്നവുമില്ല. ഇതിനു വേണ്ടിയിട്ടാണ് രാവിലെ ഇത്ര വഴക്കുണ്ടാക്കുന്നത്. പോയിട്ടിട്ട് വാ, രണ്ടുപേരും കൂടെ ഒരുങ്ങി നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റെഡിയായി താഴെ വന്നു. അപ്പോൾ അമ്മായിമ്മേനെ കണ്ടപ്പോൾ ചോദിച്ചു, അല്ലടാ പ്രശ്നങ്ങളൊക്കെ മാറിയോ, നിനക്ക് കംഫർട്ടാണോ, പ്രശ്നമൊന്നുമില്ലല്ലോ, കഴുകാതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ചൊറിയോ പറ്റോ ചെയ്യും, പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ചമ്മിക്കൊണ്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ലെന്ന്. ആ ഹണിമൂണിന് വന്നിട്ട് ഒരു കുഴപ്പം ഉണ്ടാകാതിരുന്നാൽ കൊള്ളാം. ഞാൻ പറഞ്ഞ അമ്മ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഹണിമൂൺ എന്ന് പറഞ്ഞത്, നമ്മളിവിടെ സ്ഥലം ചുറ്റിക്കാണാൻ വന്നതല്ലേ. ഓ ഞാനങ്ങ് മറന്നുപോയി. ഞാൻ ഓർത്തു നിങ്ങൾ ഹണിമൂൺ മൂഡിലാണെന്ന്. ആ ഞാൻ വന്നതുകൊണ്ടായിരിക്കും ഹണിമൂൺ മോഡൊക്കെ പോയെന്ന്. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഓ അതൊന്നുമല്ല, ഇങ്ങേർക്ക് ഇത്തിരി പ്രായം കൂടി പെണ്ണുങ്ങളെ ഇഷ്ടം. അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്, ഇവന് വലിയ പെണ്ണുങ്ങളുമായിട്ട് അഫെയർ ഉണ്ടോ? അങ്ങനെയല്ലമ്മേ, അമ്മയെ കെട്ടുന്നതാണ് നല്ലതെന്നാ ഇങ്ങനെ പറഞ്ഞതെന്ന്. ഞാനപ്പോൾ എൻ്റെ ഭാര്യ വിളിച്ചു, നിനക്ക് എന്തിൻ്റെ കേടാടി, തമാശ പറയുമ്പോൾ നീ സമ്മതിക്കില്ലേ, അമ്മയോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ പറഞ്ഞു, എടാ ഒന്നും സാരമില്ല, അവളും ഞാനും എല്ലാം ഫ്രണ്ട്സ് പോലെയാണ്, നീ ഞങ്ങളുടെ കൂട്ടത്തിൽ ഫ്രണ്ടിനെ പോലെ അങ്ങ് നിന്നാൽ മതി, അല്ലാതെ നമ്മൾ മസിലെ പിടിച്ച് ജീവിച്ചിട്ട് എന്ത് കാര്യം, ഇവളുടെ അച്ഛനെ പോലെ ജീവിക്കാൻ നമുക്ക് പറ്റുമോ? അങ്ങനെ വരുമ്പോൾ മാത്രം നമുക്ക് നല്ല രീതിയിൽ അഭിനയിക്കാം, അല്ലാത്ത സമയത്ത് അടിച്ചു പൊളിക്കാം. പക്ഷേ നിങ്ങൾ പറഞ്ഞ കഥയിൽ എനിക്കൊരു കാര്യം മാത്രം ഇഷ്ടപ്പെട്ടില്ല. അതെന്താ അമ്മേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, ഓ ഇവള് പറഞ്ഞത് ഇത്തിരി പ്രായമുള്ള പെണ്ണുങ്ങളെയാണെന്ന് എനിക്ക് ഇഷ്ടമെന്നല്ലേ പറഞ്ഞത്, അതിന് എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല, ഇവളെക്കാൾ ചെറുപ്പമാണെന്ന് വിചാരിച്ചാൽ ഞാൻ നടക്കുന്നതെന്ന്. അയ്യോടാ കിളവിക്ക് ഇത്രയും മോഹമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അച്ഛനെ ഉപേക്ഷിച്ച് വേറെ ഏതെങ്കിലും ആൾക്കാരെ കല്യാണം കഴിക്കേണ്ടി വരുമോ? പറയാൻ പറ്റത്തില്ല. റീൽസിലൊക്കെ ദേ നല്ല സുന്ദരന്മാരായുള്ള ഹിന്ദിക്കാരെ കണ്ടില്ലേ അമ്മ, ഡൽഹിയിൽ ഇറങ്ങിയൊന്ന് നോക്ക്, ചിലപ്പോൾ നല്ല വെളുത്ത് തുടുത്ത ഹിന്ദിക്കാരന്മാരെ കിട്ടും, നല്ല സിനിമാ നടന്മാരെ പോലെ ഇരിക്കുന്നവരെ. ആ ചിലപ്പോൾ ഞാൻ നോക്കടി, നിനക്ക് നിൻ്റെ ഭർത്താവിനെ നോക്കിയാൽ പോരെ, എന്തിനാണ് എൻ്റെ കാര്യം നോക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പല രീതിയിലും അതിൽ കടന്ന സംസാരം അമ്മയും മകളും തമ്മിലുണ്ടായി. അന്ന് എനിക്ക് മനസ്സിലായി, ഇവർ തമ്മിൽ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാറുണ്ട്, എൻ്റെ കാര്യവും പറയുന്നുണ്ടാകും. സാധാരണ ഒരു അമ്മയും മോളെയും പോലെ അല്ല ഇവർ, അതിലും അപ്പുറമാണ് ഇവരുടെ ബന്ധം. ഇവർ തമ്മിൽ പല രഹസ്യങ്ങളും കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. എന്തായാലും അമ്മയ്ക്ക് ചിലപ്പോൾ വേറെന്തെങ്കിലും ചുറ്റികളെ കാണുമോ, അത് ഇവൾക്ക് അറിയാമോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. കാര്യം അമ്മായിമ്മയും അമ്മായച്ചനെയും കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു വ്യത്യാസം തോന്നും. അങ്ങർക്ക് നല്ല പ്രായമുണ്ട്. ഇവർ തമ്മിൽ എങ്ങനെയാണ് കല്യാണം കഴിച്ചതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. രണ്ടുപേരും തമ്മിൽ അത്ര വലിയ പോലെ തോന്നും എനിക്ക് തോന്നാറില്ല. അതെന്തെങ്കിലും ആകട്ടെ, പറഞ്ഞതുപോലെ വല്ല ജാതകമോ കുടുംബ സ്റ്റാറ്റസോ ഒക്കെ ആയിരിക്കും. കാരണം എന്തായാലും ഡൽഹി എല്ലാം ചുറ്റിക്കറങ്ങി ഞങ്ങൾ തിരിച്ചു വന്നു. അമ്മായിമ്മ കൂടുള്ളത് ഒരു ശല്യമായിട്ട് എനിക്ക് തോന്നിയില്ല. പുള്ളിക്കാരി നല്ല തമാശകൾ പറയും, എൻ്റെ ഭാര്യ തിരിച്ചു പറയും. പിന്നീട് ഞാനും കൂടാൻ തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും കൂടി നല്ല ഫ്രണ്ട്ഷിപ്പ് പോലെ എനിക്ക് തോന്നി. അതോടുകൂടി കാര്യങ്ങൾ നല്ല സ്മൂത്തായി. തിരിച്ച് നാട്ടിൽ വന്നു. അപ്പോഴും എൻ്റെ അമ്മ ചില മുറിവുറുപ്പുകളൊക്കെ മുറിവുറുത്തു. ഞാൻ പറഞ്ഞ സാരമില്ല, അമ്മയുടെ കാര്യം നോക്ക്. മരുമകളെന്ന് പറയുമ്പോഴേക്കും അമ്മയ്ക്ക് വേണ്ടി ജോലി ചെയ്യാൻ വന്ന ആളല്ല, അമ്മയാണ് ഈ കല്യാണം ഉണ്ടാക്കിയത്. അതുകൊണ്ട് അവളുടെ സ്വഭാവം അമ്മ സഹിച്ചേ മതിയാവുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഞാൻ തടയിട്ടു. മാഡം ഒരു ദിവസം അമ്മയുടെ ഗുണങ്ങളെപ്പറ്റി ഇങ്ങനെ പറയുകയാണ്. ഞാൻ പറഞ്ഞു, ഇതുപോലൊരമ്മ എന്തായാലും ആർക്കും കിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും ശരിക്കും ഫ്രണ്ട്സിനെ പോലെയാണ്. അമ്മയുമായിട്ട് ഇത്ര അടുക്കാൻ എന്താ കാര്യം? അതെനിക്കറിയില്ല. ആദ്യത്തെ മകളായതുകൊണ്ട്, പിന്നെ കൂടുതൽ അടുപ്പമുള്ളത് കൊണ്ടോ എന്തോ. പക്ഷെ അച്ഛനോടാണ് എനിക്ക് കൂടുതൽ അടുപ്പം. എങ്കിലും അമ്മ എനിക്കൊരു ഫ്രണ്ടിനെ പോലെയാണ്. അതിന് പല കാരണങ്ങളും കാണും. എന്തായാലും എന്തോ ഒരു കാരണമുണ്ടടി നിങ്ങൾ തമ്മിൽ ഇത്ര അടുക്കുന്നത് എങ്ങനെയാണ്? ഓ വല്ലാത്ത അത്ഭുതം തന്നെ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നോട് ഭാര്യ പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയാം, പക്ഷേ അത് കേട്ടിട്ട് ചേട്ടൻ അത് അമ്മയോട് ചോദിക്കരുത്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുകയും ചെയ്യരുത്. അതെന്താടി, പ്രശ്നമുള്ള വലിയ കാര്യമാണോ? അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, പ്രശ്നമുള്ളതല്ല, പക്ഷെ ചിലപ്പോൾ ചേട്ടൻ കേട്ട് കഴിഞ്ഞാൽ അയ്യോ ഇതൊരു പ്രശ്നമല്ലേ എന്ന് തോന്നിയേക്കാം. എന്താടി, അത്ര ഭയങ്കരമായ കാര്യമാണോ? ശരി ഞാൻ പറയാം, പക്ഷേ നിങ്ങൾ ആരോടും പറയില്ലെന്ന് സത്യം ചെയ്യണം, അമ്മയോട് ചോദിക്കരുത്, സത്യം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സത്യം എന്താ രഹസ്യമെന്ന് എന്നോട് പറയാമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, ശരിക്കും അമ്മയ്ക്കൊരു കാമകനുണ്ടായിരുന്നു. അമ്മയ്ക്ക് അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റില്ല. അങ്ങനെ വേറെ കല്യാണം കഴിച്ചെങ്കിലും അച്ഛൻ ഈ ഗൾഫിൽ പോകുന്ന സമയത്ത് അങ്ങനെ വരുമായിരുന്നു.
അമ്മയ്ക്ക് വിവാഹത്തിന് മുമ്പും വിവാഹശേഷവും എല്ലാം ഈ ബന്ധമുണ്ടായിരുന്നു. അങ്ങേർക്കും കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളായെങ്കിലും ഇവർ തമ്മിലുള്ള ബന്ധം അവർ നിർത്തിയിരുന്നില്ല. ഒരു ദിവസം 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്, അന്ന് രാത്രിയിൽ ഞാൻ എന്തോ ദുസ്വപ്നം കണ്ടിട്ട് പുറത്തിറങ്ങി മുറിക്ക്. അത് കഴിഞ്ഞ ശേഷമാണ് അമ്മയുടെ മുറിയിൽ എന്തോ കണ്ട് ഞാൻ നോക്കിയത്. അന്നാണ് എനിക്ക് മനസ്സിലായത് അമ്മയുടെ മുറിയിൽ ഒരാളുണ്ടെന്ന്. അന്ന് ഞാൻ കാത്തിരുന്നു ആരാണെന്ന്. അങ്ങനെയാണ് അങ്ങനെ കണ്ടുപിടിച്ചത്. അന്ന് എനിക്ക് ഇത്തരം കാര്യങ്ങൾ വലിയ ക്യൂരിയോസിറ്റിയാണ്. ഞാൻ കണ്ടുപിടിച്ചത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ പ്രണയകഥ എനിക്ക് പറഞ്ഞു തന്നു. പിന്നെ അവിചാരിതമായി അച്ഛനെ കല്യാണം കഴിക്കേണ്ട ആ ഒരു സാഹചര്യം വന്നതും പിന്നെ രണ്ടും കൂടി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതും അച്ഛനെ വഞ്ചിക്കുന്നതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നോട് പറഞ്ഞത്, ആത്മാവിൽ ഇഷ്ടപ്പെട്ട ഒരാളെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ ഇഷ്ടപ്പെട്ട ഒരാളെ ഒരിക്കലും ഭർത്താവ് ഉണ്ടെങ്കിലും ഉപേക്ഷിക്കില്ല. എപ്പോഴാണെങ്കിലും അങ്ങേരോട് കൂടുതൽ താല്പര്യം തോന്നും. നിനക്ക് അറിയില്ല. അതുകൊണ്ട് ഇപ്പം നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് ഒന്നുകിൽ പ്രേമിക്കരുത്, അല്ലെങ്കിൽ പ്രേമിച്ച ആളെ തന്നെ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ വീട്ടുകാർ പറയുന്ന ആളെ വിവാഹം കഴിക്കുക. അമ്മയ്ക്ക് അയാളെ മറക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ തെറ്റ് ചെയ്തതെന്നാണ് അമ്മ പറഞ്ഞത്. പിന്നീട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാം അടുത്തത്. അങ്ങേരെക്കുറിച്ച് അമ്മ പലപ്പോഴും വർണ്ണിച്ചിട്ടുണ്ട്. അമ്മ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്ക് 100% അറിയാം. പക്ഷേ ഞാൻ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എന്ന് വെച്ച് ഞാൻ ഒരിക്കലും തെറ്റായ വഴിയിലൂടെ പോയിട്ടില്ല. ഞാൻ ആരെ പ്രേമിച്ചിട്ടുമില്ല. എനിക്ക് കിട്ടുന്ന ഭർത്താവിനെ പ്രേമിക്കാമെന്ന് ഞാൻ കരുതിയിരുന്നു. നിങ്ങളെ ഞാൻ പ്രേമിക്കുകയും ചെയ്യുന്നു. ഇങ്ങനൊരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മയും ആ തെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ തെറ്റിൽ ഞങ്ങൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കായിരുന്നു. അത് സംസാരിച്ചാണ് ഞങ്ങൾ ഇത്രയും കൂട്ടും എല്ലാം തുറന്നു പറയുന്ന രീതിയിലായത്. പക്ഷേ എൻ്റെ അനിയനറിയില്ല, പിന്നെ അച്ഛനോ ആർക്കും അറിയില്ല. ഇതിപ്പം നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. നിങ്ങളൊരിക്കലും അമ്മയോട് പറയില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തായാലും നീ ചെയ്തത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, എങ്കിൽ ഞാൻ അമ്മയോട് പറയില്ല. ഓക്കെ, എനിക്കൊരു കൗതുകം തോന്നി. അമ്മയും മകളും ഇത്രയും കാര്യങ്ങൾ ഓപ്പണപ്പായിട്ട് പറയുന്നതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് എനിക്ക് തോന്നി. മിസ്റ്റേക്കല്ല, ശരിക്കും അങ്ങനെ ഉണ്ടോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. അതുകൊണ്ടാണെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, ഇതാണ് അതിൻ്റെ കാര്യം. എന്നെ നല്ലവളായിട്ടോ ചീത്തയാളായിട്ടോ നിങ്ങൾക്ക് കരുതാം. എനിക്കതിൽ ഒന്നും പറയാനില്ല. അമ്മയുടെ ആ പഴയ സ്നേഹം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സപ്പോർട്ട് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ അയാൾ വരാറുണ്ടോ? അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല ഏട്ടാ, 2 വർഷത്തിന് മുമ്പ് പുള്ളിക്ക് ഒരു ആക്സിഡൻറ്റ് വന്നു, മരിച്ചുപോയി. അത് കഴിഞ്ഞതിൽ പിന്നെ അമ്മയ്ക്ക് ഒരു 6 മാസത്തോളം ഡിപ്രഷനായിരുന്നു. അതിൽ നിന്ന് കരകയറിയൊക്കെ വരുന്നതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇപ്പോഴും അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്, അമ്മയുടെ ദുഃഖം മറക്കാൻ വേണ്ടി. എന്തായാലും അത് ഒരു വിചിത്രമായ കഥയായിട്ട് എനിക്ക് തോന്നി. ഈ സംഭവം കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ മാഡം, ഒരു ദിവസം രാത്രി ഞങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഭാര്യ പെട്ടെന്ന് പറയുകയാണ്, അമ്മേ, ഒരു ദുർബല നിമിഷത്തിലല്ലേ ഞാൻ ചേട്ടനോട് എല്ലാം പറഞ്ഞു, അമ്മയുടെ പഴയ കാര്യങ്ങളൊക്കെ. പിന്നെ അങ്ങനെ മരിച്ചു പോയതിൽ പിന്നെ അമ്മയ്ക്ക് ഭയങ്കര ഡെസ്പാണെന്നും അമ്മ ഇപ്പോൾ അഭിനയിക്കുകയാണെന്നും ഞാൻ ചേട്ടനോട് പറഞ്ഞു. അങ്ങനെയല്ലേ മേ? അമ്മയ്ക്ക് ശരിക്കും ഒത്തിരി ദുഃഖമില്ലേ പുള്ളി പോയതിൽ? എൻ്റെ അച്ഛൻ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഭർത്താവാണെന്ന് എനിക്കറിയില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനും ഞെട്ടി. ഇവക്ക് ശരിക്കും പറഞ്ഞാൽ തലയിലെ സ്ക്രൂ ഇളകി കിടക്കുകയാണ്. അമ്മയും മോളും തമ്മിൽ അമിതമായ ഫ്രണ്ട്ഷിപ്പാണ്. ഇപ്പോൾ അവൾ തന്നെ ആ സത്യം ലംഘിച്ചു എന്നോട് പറഞ്ഞതാണ് പറയില്ലെന്ന് പറഞ്ഞ് സത്യം ഇടിപ്പിച്ചു. എന്നിട്ട് അവൾ തന്നെ തുറന്നു പറയുന്നു ഇതൊക്കെ എന്താണെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മായി വന്ന് ചമ്മി, ഇടി പെണ്ണെ, നീ ഭർത്താവിനെ സ്നേഹിച്ച് സർവ്വ രഹസ്യങ്ങളും അവനോട് പറയുകയാണല്ലോ, അവസാനം നിൻ്റെ അച്ഛനും ഞാനും കൂടെ ഡൈവേഴ്സ് ആക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യ പറയുകയാണ്, ഡൈവേഴ്സ് ആകുകയാണെങ്കിൽ അത്രയും നല്ലതമ്മേ. നമുക്കൊരു കാര്യം ചെയ്യാം, 3 പേരും കൂടെ നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം, പ്രശ്നമൊന്നുമില്ലല്ലോ. അമ്മയെ ഞങ്ങളും കൂടെ ചേർത്താൽ പോരെ? എടി, എനിക്ക് വേറൊരു മോനുണ്ട്. അവൻ കല്യാണം കഴിച്ച് അവൻ്റെ പെണ്ണിനെ കൊണ്ട് അവനെവിടെയെങ്കിലും ജീവിച്ചോളും. അല്ലെങ്കിൽ അവർ നിങ്ങളുടെ സ്വഭാവം കൊണ്ട് തലയിൽ വല്ല ചട്ടിയെടുത്ത് അടിക്കുമെന്ന് പറഞ്ഞു. പൊടി, എൻ്റെ മരുമകളെ കൊണ്ട് എനിക്കെന്തായാലും ഒരു പ്രശ്നം ഉണ്ടാകില്ല. പ്രശ്നം ഉണ്ടാവുകയാണെങ്കിലും നാക്കിനില്ലാത്ത നിന്നെക്കൊണ്ട് മാത്രം പ്രശ്നം ഉണ്ടാക്കുള്ളൂ. ഇപ്പം തന്നെ നീ എല്ലാം തുറന്ന് പറഞ്ഞില്ലേ, എല്ലാം നശിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ലമ്മേ, അമ്മയുടെ കാര്യങ്ങളൊക്കെ അവളിനോട് പറഞ്ഞത് ഒരു കണക്കിന് നന്നായി. നമുക്ക് എല്ലാം പറഞ്ഞ് മുന്നോട്ട് പോകാമല്ലോ. അപ്പോൾ നമുക്കിടയിൽ അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. അപ്പോൾ എൻ്റെ ഭാര്യ പറയാണ്, അയ്യോ, മരുമകൻ അമ്മയുടെ കഥ കേട്ട് അങ്ങ് ആശ്വസിപ്പിക്കുകയാണല്ലോ. ദൈവമേ, എനിക്ക് ഭർത്താവില്ലാതാകുമോ? എൻ്റെ അമ്മയും എൻ്റെ ഭർത്താവും കൂടെ ഒളിച്ചോടി പോകുമോ? അത് കേട്ട് അമ്മ പൊട്ടിച്ചിരിച്ചു. ഞാൻ ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ വിഡ്ഢിത്തരങ്ങളൊക്കെ പറഞ്ഞതെന്ന്. അപ്പോൾ അമ്മ പറയൂ, അവൾ ചുമ്മാ തമാശ പറയലേ, എന്നാലും ഇങ്ങനെയുള്ള തമാശയാണ് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ പറഞ്ഞു, ആക്ച്വലി അമ്മയ്ക്ക് ഒരാണിൻ്റെ സഹായം എപ്പോഴും ആവശ്യമുണ്ട്. ഇല്ല അമ്മേ, എടീ,
അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, അല്ലല്ല, അമ്മയ്ക്ക് എപ്പോഴും ഒരാണിൻ്റെ തുണ ആവശ്യമുണ്ട്. എൻ്റെ അച്ഛൻ പണമുണ്ടാക്കുന്നൊരു മെഷീൻ മാത്രമാണ്. അങ്ങർക്ക് കുറേ നിർദ്ദേശങ്ങളുണ്ട്, അല്ലാതെ അമ്മയ്ക്ക് സ്ത്രീ എന്നുള്ള നിലയിൽ ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അമ്മ പുതിയൊരു ബന്ധം കണ്ടെത്തി കഴിഞ്ഞാൽ രഹസ്യമായിട്ട് നമുക്കങ്ങ് സപ്പോർട്ട് ചെയ്താൽ പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ വൈഫ് പറയുകയാണ്, അമ്മ ഇനി രഹസ്യമായിട്ട് ബന്ധമൊന്നും കണ്ടെത്തുന്നില്ല, നിങ്ങളിവിടെ ഉണ്ടല്ലോ ഇല്ലേ അമ്മേ, അമ്മയ്ക്ക് മരുമോനെയല്ലേ ഭയങ്കര ഇഷ്ടമെന്ന്. ഞാൻ പറഞ്ഞു, തമാശ പറയരുതെന്ന്. പക്ഷേ ആ സമയത്ത് അമ്മയൊന്നും മിണ്ടിയില്ല. ഭാര്യ എൻ്റെ ചുമയിൽ പിടിച്ചുകൊണ്ട് പറയുകയാണ്, ചേട്ടാ, ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ചേട്ടൻ അതിന് കൂട്ടത്തിൽ നിന്നോ, എനിക്ക് പ്രശ്നമില്ല. എന്ന് വെച്ചിട്ട് എന്നോടുള്ള സ്നേഹം കുറയ്ക്കരുതെന്ന് നീ എന്തുദ്ദേശിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും ഭാര്യ എന്നോട് പറഞ്ഞു, എല്ലാം ഉദ്ദേശിച്ച് തന്നെയാണ്. ഇത്രയും നമ്മൾ പറഞ്ഞല്ലോ, ഇനിയിപ്പം ഒന്നും തുറന്നു പറയാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അമ്മയുടെ ഇഷ്ടം എൻ്റെയും ഇഷ്ടമാണ്. ഇതുകൊണ്ട് നമ്മൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാകില്ല. അച്ഛൻ്റെ കൂടെയുള്ള ജീവിതത്തിൽ അമ്മയ്ക്ക് പല ആവശ്യങ്ങളും നിറവേറുന്നില്ല. അങ്ങേരുണ്ടായിരുന്നപ്പോൾ ഓക്കെ. ഇപ്പോൾ അമ്മയ്ക്ക് മനസ്സിൽ പിടിച്ച് ഒരാൾ നിങ്ങളാണ്. എനിക്ക് ഒരു പ്രശ്നവുമില്ല. പ്ലീസ് അമ്മയൊന്ന് മനസ്സിലാക്കുമെന്ന് പറഞ്ഞു. മോളെ എന്നൊക്കെ ഇടയ്ക്ക് അമ്മായിമ്മ വിളിക്കുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരി കൂടുതൽ സൈലൻ്റാണ്. മകൾ പറയുന്ന കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലിരിക്കുകയാണ്. അങ്ങനെ അവസാനം ഞാൻ ചോദിച്ചു, ഇത് ശരിക്കും അമ്മയും മകളും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് പറഞ്ഞതല്ലേന്ന്. അങ്ങനെ തന്നെ വെച്ചു. പക്ഷേ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അമ്മായിമ്മ പറഞ്ഞു. അതുമാത്രമല്ല, എൻ്റെ ആവശ്യങ്ങൾ എന്നേക്കാൾ നല്ലപോലെ എൻ്റെ മോൾക്കറിയാം. അവൾ പറഞ്ഞത് കറക്റ്റാണ്. എനിക്ക് ഒത്തിരി ഇൻട്രസ്റ്റ് മനസ്സിലുണ്ട്. എല്ലാം ഒതുക്കി വെച്ച് ജീവിക്കാൻ എനിക്കിനി വയ്യ. ഇപ്പോൾ ഇവക്കൂടി സമ്മതമാണെങ്കിൽ പിന്നെ നിനക്കെന്നോട് ഒരു വിരോധക്കുറവുമില്ലെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് അമ്മായിമ്മ എൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചു. അന്ന് കുറച്ച് ചർച്ചകളൊക്കെ ഉണ്ടായെങ്കിലും അതിൻ്റെ അന്ത്യം ശുഭമായിരുന്നു. അമ്മായിമ്മയുടെ മുറിയിലേക്ക് ഞാൻ അനയ്ക്കപ്പെട്ടു. എൻ്റെ ഭാര്യയാണ് പറഞ്ഞത്, ഇന്ന് ഞാനൊന്ന് റിലാക്സ് ആകട്ടെ, നിങ്ങൾ തമ്മിൽ ഒരു ന്യൂ മൂൺ അങ്ങ് തുടങ്ങൂ എന്ന് പറഞ്ഞാണ് പോയത്. അമ്മായിമ്മയ്ക്ക് യാതൊരു സങ്കോചവുമില്ലായിരുന്നു. നീ പേടിക്കേണ്ട കാര്യമില്ലടാ, അവളും ഞാനും തമ്മിൽ അത്ര അടുപ്പമാണ്. എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പറയും. ഇതിപ്പോൾ നീയും എൻ്റെ പ്രിയ പുത്രനല്ലേ എന്ന് പറഞ്ഞ് അമ്മായിയമ്മ എന്നോട് പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടി. അവൾ നിൻ്റെ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അന്ന് തൊട്ടേ ഞാൻ കൊതിക്കുകയാണ്. അവൾ എല്ലാ വിവരങ്ങളും ഇഞ്ചോടിഞ്ച് ഡീറ്റെയിൽസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിന്നേക്കാൾ മികച്ച രാണിനെ ഞാൻ പുറത്തു പോയി കണ്ടെത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് സിംഹിണിയായി അവർ ചാടി വീഴുകയായിരുന്നു. എക്സ്പീരിയൻസിൻ്റെ വേലിയേറ്റം എനിക്ക് കൂടുതൽ പ്രധാനം നൽകി. എന്ത് സന്തോഷം! അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും എൻ്റെ കൂടെയുണ്ട്. രണ്ടുപേരെയും വെച്ചുള്ള എൻ്റെ ജീവിത പ്രയാണം മുന്നോട്ട് പോവുകയാണ്. മാഡം, ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ജീവിതകഥ ഇതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കംപ്ലൈൻ്റ് ഒന്നുമില്ല. അവരവരുടെ കാര്യങ്ങൾ മാനേജ് ചെയ്ത് പോകുന്നു. അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല മനുഷ്യർ തമ്മിൽ ഏതൊക്കെ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളും അണ്ടർസ്റ്റാൻഡിങ്ങുമാണെന്ന്. അപ്പോൾ വ്യക്തികൾ തമ്മിൽ നല്ല രീതിയിൽ യോജിച്ച് പോയി കഴിഞ്ഞാൽ എന്ത് തരകട വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. എന്ന് വെച്ചിട്ട് ഈ കഥയെ നമ്മൾ അനുകൂലിക്കുന്നില്ല, ഞാനും അനുകൂലിക്കുന്നില്ല. പിന്നെ ഒരു കഥ നമ്മുടെ ഒരു കണ്ടൻറ്റ് രസം എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഒരിക്കലും നല്ല കാര്യമാണെന്ന് പറയാൻ പറ്റില്ല.